നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. കുന്നംകുളം പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 40 കിലോയോളം കഞ്ചാവുമായി 2 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. മുറ്റിച്ചൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. കൈപ്പമംഗലത്തെ തട്ടിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് കിഴക്ക് സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന ഒരു പശുവും ഒരു പശുക്കുട്ടിയുമാണ് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവ സ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. ഞാനായിട്ട് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു. പിന്നെ എനിറ്റില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട്. ഒരു 5 മാസമായ ആ കുട്ടിക്കും സംഭവിച്ചു. കുട്ടിയും പോയി. അങ്ങനെ ഉണ്ടായ സംഭവം. പിന്നെ ഞാൻ തലനാരിക്കിന് രക്ഷപ്പെട്ടത്. എൻ്റെ മേറ്റിക്കും ഇങ്ങനെ അടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഔറ്റങ്ങളെ കൊണ്ടുപോയി. നമുക്കൊന്നും സംഭവിച്ചില്ല. അത് തന്നെ ഒരു ഭാഗ്യം. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിന്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയുമാണ് നഷ്ടമായത്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ദുരന്തത്തിലുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് വീണ്ടും ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആണ് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ അലുവത്തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. കുന്നംകുളം പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 40 കിലോയോളം കഞ്ചാവുമായി 2 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറുകൊണ്ട് പോലീസ് ജീപ്പിൽ ഇടിപ്പിച്ച് രക്ഷപ്പെടാനും പ്രതികൾ ശ്രമിച്ചു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചായിരുന്നു പരിശോധന. കുന്നംകുളം ചൊവ്വന്നൂർ സ്വദേശി സനൽ, മലപ്പുറം നന്നമുക്ക് സ്വദേശി മുഷബിർ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നിരുന്നത്. വഴിയിൽ കാത്തുനിന്ന പോലീസ് കാറിന് കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെ എത്തിയ പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ തങ്ങളുടെ കാറ് കൊണ്ട് ഇടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പോലീസ് വാഹനം പിന്നാലെ പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. പിടിയിലായ പ്രതികളിൽ നിന്നും 40 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു.
ബാംഗ്ലൂരിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ എവിടെയെന്നാണ് വലിയ അളവിൽ കഞ്ചാവ് ലഭിച്ചത്, എവിടേക്കാണ് കൊണ്ടുപോയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളുടെ മൊബൈൽ കോൾ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മുറ്റിച്ചൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശി മുക്കേനി സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ 69 വയസ്സുള്ള സുഹറയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പേരക്കുട്ടിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവർ പിറകിലൂടെ എത്തിയ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിടുകയും യാത്രക്കാരിയായ വീട്ടമ്മ റോഡിലെ കല്ലിൽ തലയടിച്ച് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലത്തെ തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം 12 സ്വദേശി കളപ്പറമ്പത്ത് വീട്ടിൽ 65 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 11:30 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ വാടക വീട്ടിൽ ലഹരി നിർമ്മാണവും വിതരണവും നടന്നതായി പോലീസ് കണ്ടെത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വാർഡ് നിവാസികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ TK വിജിത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ജിഷ ഉണ്ണികൃഷ്ണൻ, ജിസ്നി ഷാജി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ അടിമപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ റെയ്ഡ് കൊണ്ട് ഏറ്റവും ഒരു പ്രാധാന്യം നൽകേണ്ട നമ്മുടെ ഈ വാർഡിൽ നിന്ന് അതിനൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ CI ശ്രീ KT വിജിത്തിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് വയസ്സുള്ള കുട്ടികളാണ് ഈ 7 മണിക്ക് ശേഷം പുറത്തേക്ക് വിടുന്നതാണ് ഏറ്റവും വലിയ രാത്രി പത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ പെരുന്നത്തൊരു കട്ടൻ സഭയാണ്. അവിടെ ഞാൻ എന്ന് രാജ്യങ്ങളിൽ ഞാൻ അവിടെ ഒരു 3-4 ദിനം കൊണ്ടുവരും. കഴിഞ്ഞ +1 എക്സാം കാലത്ത് ഒരു 3-4 ദിനം കൊണ്ടുവരും. നാളെ പബ്ലിക് എക്സാം. അന്ന് അതിൽ ഞാൻ 4 പേരുള്ളപ്പോൾ 3 പേർക്ക് 16 വയസ്സാണ്. ഒരുത്തന്നെ പ്രായമായി. ആ 3 പേർക്ക് നാളെ ഇക്കണോമിക്സിന്റെ എക്സാമാണ്. ഏത് ക്ലാസ് പരീക്ഷയില്ല, പബ്ലിക് എക്സാം. 9:30 ഞാൻ ഈ നാളെ എക്കണോമിക്സിന്റെ പരീക്ഷ 16 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ എന്തിനാണ് അമ്മമാര് ഈ 9:30 പുറത്തുള്ളത്? അതാണ് എനിക്ക്. അതിൽ ഒരുത്തൻ വാടാൻപള്ളി, 3-ാമത്തെ പ്രായപൂജാത്ത മുതൽ ഒരുത്തൻ വാടാൻപള്ളിയാണ്. അവന്റെ ഉമ്മയുടെ വീട് വന്ന് എന്തിനാണ് വേണ്ടിയാണ് ഉമ്മയുടെ വീട്ടിൽ താമസിക്കാൻ വന്നാണ്. ഇത് നാളെ പബ്ലിക് എക്സാമിലെ കുട്ടി ഇന്ന് ഉമ്മയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ തടഞ്ഞ് സ്വകാര്യ ബസ് കണ്ടക്ടർ. വീട്ടിൽ പോകണമെന്ന് കൈകൂപ്പി പറഞ്ഞിട്ടും ഇയാൾ വിദ്യാർത്ഥികളെ തടയുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിനരികിൽ വരിയായി കാത്തു നിൽക്കുന്നു. എന്നാൽ വിരലിലെണ്ണാവുന്ന കുട്ടികളെ മാത്രം കയറ്റിയ കണ്ടക്ടർ കൂടുതൽ പേരെ കയറ്റാൻ ആവില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. കണ്ടക്ടറോട് ബസ്സിൽ കയറുവാൻ അനുവാദം തേടുന്ന വിദ്യാർത്ഥി ഒടുവിൽ കൈകൂപ്പി പിൻവാങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിനിടയിൽ കണ്ടക്ടറോട് സംസാരിക്കുന്ന ഒരു വനിതയും ദൃശ്യങ്ങളിലുണ്ട്. സംസ്ഥാനത്ത് വനിതകൾക്കുള്ള സൗജന്യയാത്രാ പദ്ധതിയായ പ്രിയദർശിനി നടപ്പിലാക്കിയതിനു പുറമെ സ്വകാര്യ ബസ് മേഖലയെ വലിയ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളോടുള്ള ഈ കടുംപിടുത്തം. മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ശാന്തി ഭവൻ കോഓർഡിനേറ്റർ ഫൗണ്ടർ ഫാദർ ജോയ് കുത്തൂർ. നിയമത്തിന്റെ മറവിൽ മനുഷ്യത്വമില്ലാത്ത തീരുമാനങ്ങളെടുത്ത് രാഷ്ട്രീയ താല്പര്യത്തോടെ സന്നദ്ധ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനും ഭിന്നശേഷിക്കാരായ കീഴുദ്യോഗസ്ഥരെ പോലും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ
സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കോ ഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ട്രസ്റ്റിയുമായ റഫറൻറ്റ് ഫാദർ ജോയ് പുത്തൂർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. തൃശൂരിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുകയും ആരോഗ്യ മേഖലയിൽ സന്നദ്ധ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ നിയമം ദുരുപയോഗിച്ചെന്നും റഫറൻറ്റ് ഫാദർ ജോയ് പുത്തൂർ കുറ്റപ്പെടുത്തി. കോടന്നൂർ കേന്ദ്രീകരിച്ച് നടത്തിയ എക്സൈസ് റെയ്ഡിൽ ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. രാജീവ് കുമാറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 12 ലിറ്റർ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ TS സിജിൽ, സിഇഒമാരായ ബിനീഷ് വൈഷ്ണവ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. ചെറുതുരുത്തിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 37 ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. വട്ടപ്പറമ്പിൽ വീട്ടിൽ അൻസാർ അലിയാണ് അറസ്റ്റിലായത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത്, അഭിജിത്ത്, കാവ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുവായൂരിൽ ലോട്ടറി കടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കരിങ്ങനാട് കാളത്തൊടി വീട്ടിൽ അനീഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മമ്മിയൂരിലെ വസന്തം ലോട്ടറി കടയിലേക്കാണ് കഴിഞ്ഞ 5-ന് ഇയാൾ സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇതേ തുടർന്ന് കടയുടമയുടെ മകൻ അഭിനവിന്റെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. മദ്യലഹരിയിൽ പടക്കക്കടയിൽ നിന്ന് വാങ്ങിയ ഗുണ്ടാണ് തൊട്ടടുത്ത ലോട്ടറി കടയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റു. പുന്ന സ്വദേശിയും ചാവക്കാട് MRM 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റിഹാനാണ് പാമ്പുകടിയേറ്റത്. ചിങ്ങനാത്ത് പാലം റോഡിൽ KSEB സബ് സ്റ്റേഷന് അടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഭവം. കാലിൽ എന്തോ തടഞ്ഞത് നോക്കിയപ്പോഴാണ് കാലിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നത് കണ്ടത്. കാലിൽ മുറിപ്പാട് കണ്ടതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന നടത്തി. തൃശൂർ, ചാലക്കുടി, നാട്ടിക, ഇരിങ്ങാലക്കുട സർക്കുലറുകളിലെ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. മനുഷ്യാരോഗ്യത്തിന് ഹാനികരമായ വിധത്തിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഐസ്ക്രീം, ചിക്കൻ എന്നിവയും കാലാവധി കഴിഞ്ഞ പാക്കറ്റ് പാലും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ കർശന പരിശോധന തുടരുമെന്ന് തൃശൂർ ഭക്ഷ്യ സുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ VS ഇന്ദു അറിയിച്ചു. ആളൂർ കദളിച്ചിറയ്ക്ക് സമീപം പോലീസ് ജീപ്പിടിച്ച് സ്കൂട്ടർ യാത്രികരായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആളൂർ ആനത്തല സ്വദേശികളായ പെരിക്കപ്പറമ്പിൽ ജുവിൻ, തയ്യിൽ അനന്തകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ട ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും. കദളിച്ചിറയിൽ വെച്ച് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ സ്കൂട്ടറിൽ പുറകിൽ നിന്നും വന്ന ജീപ്പ് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജുവിനെ ആലുവ രാജഗിരി ആശുപത്രിയിലും അനന്തകൃഷ്ണനെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കയ്പമംഗലം 3 പീടികയിൽ ഔഷധി ഏജൻസിയുടെ നവീകരിച്ച സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. 3 പീടിക ബീച്ച് റോഡ് കാർത്തിക് സൂപ്പർ മാർക്കറ്റിന് സമീപം നവീകരിച്ച സ്ഥാപനം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഔഷധി ഡീലർ, റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK ഹിരൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗിൽസ ടീച്ചർ നന്ദി പറഞ്ഞു. KV തമ്പി, KK ബാലൻ, സന്തോഷ്, തന്ത്രികൾ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു. ആയുർവേദ ഡോക്ടറുടെ സേവനം രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 7 മണി വരെയും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. കുന്നംകുളം പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 40 കിലോയോളം കഞ്ചാവുമായി 2 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. മുറ്റിച്ചൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും വീണ് വീട്ടമ്മ മരിച്ചു. കൈപ്പമംഗലത്തെ തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.